+1 മാത്സ് പരീക്ഷ വിവാദമായിരിക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി വരെ ഇടപെട്ടിട്ട് ഇന്ന് ശ്രീകണ്ഠൻ നായർ ഷോയിൽ കണ്ടു. അതേപോലെ തന്നെ പത്രങ്ങളിൽ ഇതാ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. വ്യത്യസ്ത നിലവാരത്തിലുള്ള കുട്ടികളെ പരിഗണിക്കാതെയുള്ള ഭൂരിഭാഗം ചോദ്യങ്ങളും ശരാശരിക്ക് മുകളിൽ നിലവാരമുള്ളതായിരുന്നുവെന്നും ഇത്തരം ചോദ്യങ്ങൾ ഗണിത പഠനത്തിൽ നിന്ന് കുട്ടികളെ അകറ്റുമെന്നും അധ്യാപകർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ആരാണ് യഥാർത്ഥത്തിൽ കുട്ടികളെ ഗണിത പഠനത്തിൽ നിന്ന് അകറ്റാൻ പോകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നടന്ന മാത്സ് പരീക്ഷയിൽ വന്ന ചോദ്യങ്ങൾ, അതിൻ്റെ പേരിൽ ഒരുപാട് യൂട്യൂബ് വീഡിയോ കണ്ടു. എല്ലാ യൂട്യൂബ് ചാനലുകളിലും എന്തുണ്ട്, അധ്യാപകർ വളരെ സങ്കടത്തിൽ കുട്ടികളെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഉഷാറായി പറയുന്നുണ്ട്. ഇതിന് ഒറ്റ പ്രശ്നമുള്ളൂ, മക്കളെ നിങ്ങൾ ആരും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കണ്ടിട്ടില്ല. ഇതാ കാണാത്തൊരു കണ്ടോളൂ, ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്. ഇതിന് NCERT എന്നാണ് വിളിക്കുക. നിങ്ങളുടെ +1 നിങ്ങൾക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്കാണ്. അത് അതിൻ്റെ ചട്ട. കാണാത്ത ആൾക്കാരുടെ ഞാൻ വെറുതെ പറയുന്നല്ല, നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്ക് കാണാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇന്നലെ പരീക്ഷയിൽ ചോദ്യങ്ങൾ ഉത്തരം പറയാൻ പറ്റാതെ ഉത്തരം കൊടുക്കാൻ പറ്റാതിരുന്നത്. നിങ്ങൾ തലേ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് പല കുട്ടികളും പറഞ്ഞിട്ടു 1 വർഷത്തെ കഷ്ടപ്പാട്, 2 വർഷത്തെ കഷ്ടപ്പാട്, ഒരു കോപ്പമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. 1 വർഷം 2 വർഷം കഷ്ടപ്പെട്ട കുട്ടികൾക്കൊന്നും ഈ പേപ്പർ എഴുതാതിരിക്കാൻ സാധിക്കൂല. ഓക്കെ, എന്ന് മാത്രമല്ല, ഈ ഒരു ബുക്ക് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച, 1 മാസം നിങ്ങൾ യൂട്യൂബ് ക്ലാസ് മാത്രം കേട്ടിട്ടാണ് പോയതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടാവില്ല. നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് ഈ ഒരു സംഭവം നിങ്ങളെ കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഞാൻ ഇന്ന് രാവിലെ ഇരുന്ന് ഞാൻ ഇത് നോക്കുകയായിരുന്നു. ഞാൻ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പുള്ള കുട്ടികളോട് ചോദിച്ചു ഏതാണ് ടഫുള്ള ക്വസ്റ്റ്യൻസ്, അത് എനിക്കൊന്ന് കാണാനാണ്. അപ്പം ഞാൻ കണ്ട ടഫുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും എനിക്കത്ര ബുദ്ധിമുട്ടായി തോന്നില്ല. മേ ബി ഈ പറഞ്ഞ പോലെ ഞാൻ പണ്ട് പഠിച്ച ആളാണ്, അതേപോലെ എനിക്ക് ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഈസി ആയിരിക്കും, അതൊക്കെ ആയിരിക്കും. പക്ഷേ ഞാൻ പിന്നെ അത് നോക്കിയത് NCERT ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്കിൻ്റെ റാഷണലൈസ്ഡ് കണ്ടന്റ് ഉള്ള ബുക്കിൽ, അതായത് വെട്ടാനുള്ളത് ഡിലീറ്റഡ് പോർഷൻസ് മാറ്റിയ ബുക്കിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കൂ. നിങ്ങൾ നോക്കൂ, 9ാമത്തെ ക്വസ്റ്റ്യൻ A∩A', അതേപോലെ തന്നെ U = A = B = സെയിം ക്വസ്റ്റ്യൻ, ചെറിയ വാല്യൂ വ്യത്യാസത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് എന്തിൽ കാണാൻ പറ്റും, നിങ്ങൾക്ക് NCERT ടെക്സ്റ്റ് ബുക്കിൽ അതേപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 10ാമത്തെ ക്വസ്റ്റ്യൻ, പല ആൾക്കാരും ടഫ് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് f(x) = 1/f ഗ്രാഫ്, 1/x ഗ്രാഫ് വരയ്ക്കുക. ഇതാ ഗ്രാഫ് അതേപോലെ നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്. ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് f(x) = √9 - x². ഇതാ ക്വസ്റ്റ്യൻ, 2ാമത്തെ ക്വസ്റ്റ്യൻ. ഇതാ ബുക്കിൽ നിന്ന് ഞാൻ നേരെ സ്ക്രീൻഷോട്ട് എടുത്ത് ഫൈൻഡ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ദ ഫോളോയിങ് റിയൽ ഫംഗ്ഷൻസ്. കണ്ടോളൂ നിങ്ങൾ, ഇത് നിങ്ങളുടെ പുസ്തകത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്രസ് 1 - i all raised to 6 in x+i ഫോം. കണ്ടോളൂ നിങ്ങൾ, 1 - i all raised to 4. ഇതാ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്, പുസ്തകത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്. 4 ഉള്ളത് 6 ആക്കിയാൽ മതി. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒന്ന് സ്ക്വയർ എന്താ പറയുക raised to 2 അല്ലെങ്കിൽ ആ രീതിയിൽ എന്ത് ചെയ്താൽ മതി, ചെറിയൊരു ട്വിസ്റ്റ് വരുത്തിയാൽ മതി അല്ലേ. പിന്നെ മേ ബി ഈ ക്വസ്റ്റ്യൻ ആണ് കുറച്ച് ആൾക്കാർക്കെങ്കിലും മേ ബി ഔട്ട് ഓഫ് സിലബസ് എന്നൊക്കെ പറയാനുണ്ടാവുക. പക്ഷേ ഈ 1 - i / 1 + i ആർഗൻ പ്ലെയിൻ നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്. അതേപോലെ തന്നെ 1 - i / 1 + i എന്നുള്ളത് ഒരുപാട് മാത്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതിന്റെ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് വരെ നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്. അപ്പൊ ഇത് നമുക്ക് പുസ്തകത്തിന് പുറത്താണ് എന്നുള്ളതൊന്നും ക്ലെയിം ചെയ്യാൻ പറ്റൂല. അതേപോലെ തന്നെ വേർട്ടിസസ് ഓഫ് ട്രയാങ്കിൾ PQR, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ റെപ്രസെന്റിംഗ്, ഈസി ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ത്രൂ ആർ ആൻഡ് പെർപെൻഡിക്കുലർ ടു സൈഡ് PQ. ഏകദേശം ഈ 2 ക്വസ്റ്റ്യൻസ് പുസ്തകത്തിൽ നിന്ന് എടുത്ത് കമ്പൈൻ ചെയ്തതാണെന്ത്, ഇത് പെർപെൻഡിക്കുലർ ലൈൻ എന്താണ്, ജസ്റ്റ് വാല്യൂ മാത്രം വ്യത്യാസമുള്ളൂ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത് മാത്രമാണോ, എലിപ്സ് ഹാസ് ഫോക്കസ് ഓൺ +or-40, vertices +or-50. പുസ്തകത്തിലെ അതേ ക്വസ്റ്റ്യൻ എന്താ, vertices +or-50, foci +or-40. ഇതെടുത്ത് അങ്ങോട്ട് ഇട്ടു, അതെടുത്ത് ഇങ്ങോട്ട് ഇട്ടു. പിന്നെ സ്റ്റാൻഡേർഡ് സംഭവങ്ങൾ മാത്രമാണ് കാണാനുള്ളത്, വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. 15ാമത്തെ ക്വസ്റ്റ്യൻ, വെരിഫൈ ദ ഫോളോയിങ്. ഇതെന്താണ്, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്, ഇതാണ് ചോദ്യം അല്ലേ. എന്താ സെക്കൻഡ് ഒക്ടൻ, ഇത് സിമ്പിൾ ആണ്. ഈ പോയിന്റ്സ് വേർട്ടിസസ് ഓഫ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണെന്നുള്ളത്. ഇതാ വെരിഫൈ ദ ഫോളോയിങ് നിങ്ങളുടെ പുസ്തകത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ്, ചെറുതായിട്ട് വാല്യൂ മാറ്റമുണ്ടോ ഇവിടെ, ഇല്ല. 0 7 10 -166 -496 വാല്യൂ അതേ വാല്യൂ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ഇതൊരാൾ ടഫാണെന്ന് എന്നോട് പറഞ്ഞു, എനിക്ക് അറിയില്ല എന്തുകൊണ്ടാണ് പറഞ്ഞത്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു x⁻⁻ a⁻x⁻ അതിന്റെ ഒരു ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ഫോർ എനി പോസിറ്റീവ് ഇൻറ്റർ തിയറം ആയിട്ട് പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു x⁻⁻ a⁻x⁻ n × a⁻n-1. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, 19ാമത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് പ്രിൻസിപ്പിൾ, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് f(x) = 1/x. ഇതാ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് f(x) = 1/x -1/x². പ്രൂഫ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് മേ ബി എന്താണ്, ഇത് എക്സാക്ട് പ്രോബ്ലം ഇല്ല, പക്ഷേ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, u/v യുടെ ഡെറിവേറ്റീവ് കാണാനും ഇതിനേക്കാളും കോംപ്ലക്സ് ആയിട്ടുള്ള സംഭവങ്ങളുടെ ഡെറിവേറ്റീവ് കാണാനൊക്കെ നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതാ
പ്രൂവ് ദാറ്റ് sin 3x minus sin x by cos square x minus sin square equal to 2 sin x. ഇതാ ഞാൻ അത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. sin x minus sin 3x by sin square x minus cos square x. മേലും താഴെ ഒരു നെഗറ്റീവിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈക്വൽ ടു 2 sin x പ്രൂവ് ചെയ്യാനുണ്ട്. പിന്നെ ഉള്ളത് ഇതാണ് tan θ equal to 1/2 tan phi equal to 1/3. അങ്ങനെ θ plus phi pi by 4. ഇത് ഇൻവേഴ്സ് കൊടുത്ത് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ അല്ല. tan θ plus phi equal to tan a plus tan of a plus b equal to tan a plus tan b by 1 minus tan a tan b വെച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇത് കിട്ടും. മേ ബി ഇത് കുറച്ച് എന്താണ് ഒന്ന് tan a plus b ചോദിക്കുന്നതിന് പകരം തിരിച്ച് ചോദിച്ചു എന്നുള്ളത് മേ ബി പറയാം. ഓക്കെ, അതേപോലെ തന്നെ വിച്ച് ടേം ഓഫ് ദ GP 2832 വീണ്ടും NCERT നോക്കൂ. 2832 ഇത് മാത്രം വ്യത്യാസം. 32768 131072 കുറച്ചും കൂടി എളുപ്പമാക്കി കുറച്ച് ചെറിയ നമ്പർ കൊടുത്തു എന്നുള്ളത് മാത്രം വ്യത്യാസം. സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് GP is 14. സം ഓഫ് നെക്സ്റ്റ് 3 ടേംസ് is 112. ദാ സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് GP is 14 പകരം 16 ആക്കി. സം ഓഫ് നെക്സ്റ്റ് 3 ടേംസ് is 128. നോക്കൂ നിങ്ങൾ, എല്ലാ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യനാ. ഇവിടെ എന്താണ് ഔട്ട് ഓഫ് സിലബസ് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലുള്ള മോഡലിന് അപ്പുറം എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഞാൻ ഇന്ന് രാവിലെ ഒരു പോൾ നടത്തി. ഓക്കെ, എൻ്റെ ഒരു ഗ്രൂപ്പിൽ ഒരു പോൾ നടത്തി. ഹൗ മെനി ഓഫ് യു സ്റ്റഡി NCERT ടെക്സ്റ്റ് ബുക്ക്? ഓക്കെ, ഡൂയിങ് കംപ്ലീറ്റ്ലി 9 ആളുകൾ, പാർഷ്യലി 40 ആളുകൾ, നെവർ ഓപ്പൺ ഇറ്റ് 18 ആളുകൾ. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, എൻ്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറച്ച് ജയിക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന പിള്ളേരാ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, ഭൂരിഭാഗം ആൾക്കാർ ടെക്സ്റ്റ് ബുക്ക് കണ്ടിട്ടില്ല. ടെക്സ്റ്റ് ബുക്ക് കാണാതെ എങ്ങനെയാണ് കുട്ടികൾ ഇതിന് ആൻസർ എഴുതാൻ പോകുന്നത്, അല്ലേ? അപ്പോൾ ഇതാണ് പ്രശ്നം, ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, അപ്പം കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, കാരണം നിങ്ങൾ ഈ ഒരു സിസ്റ്റത്തിലാണ് പഠിച്ചു വന്നത്. പക്ഷേ ഇത് നിങ്ങളുടെ ഭാവി നശിപ്പിക്കുന്ന സിസ്റ്റമാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇതാണ് നമ്മൾ അൾട്ടിമേറ്റ്ലി മനസ്സിലാക്കേണ്ടത്. എന്താ പരീക്ഷ കൊണ്ട് നമുക്കുള്ള ഗുണം? നമുക്ക് ഏത് വിഷയത്തിൽ ബെറ്റർ ആണ് അല്ലെങ്കിൽ മോശമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനിയിപ്പോൾ എല്ലാവർക്കും മാർക്ക് കുറഞ്ഞു, ഓക്കെ, എല്ലാവർക്കും മാർക്ക് കുറയും. ഓക്കെ, അത് നിങ്ങളുടെ കോളേജ് അഡ്മിഷൻ ഒന്നും അങ്ങനെ ബാധിക്കാൻ പോണില്ല. പക്ഷെ നിങ്ങളുടെ വലിയ ഡ്രീംസിനെ, നിങ്ങൾ ഭാവിയിൽ ഒരു JEE പോലത്തെ ഒരു എക്സാം, ഈവൻ നീറ്റ് എഴുതാണ് അല്ലെങ്കിൽ CUT എഴുതാണ്, ഇത് നിങ്ങളെ ബാധിക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഈ മാത്സ് പേപ്പർ ടഫ് ആണെങ്കിൽ, ആരോ ഞാൻ പറയുന്നത് കേട്ടു JEE ലെവൽ എക്സാം നടത്തി, JEEക്കൊക്കെ പഠിച്ച ആൾക്കാർക്ക് കിട്ടുന്നുള്ളത്. ഇത് JEE ലെവൽ എക്സാം ഒന്നല്ല. ഓക്കെ, ഇത് ടെക്സ്റ്റ് ബുക്ക് ലെവൽ എക്സാം ആണ്. അതേപോലെ തന്നെ ഇത് ഇട്ട ആൾ അയാളുടെ വിവരം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ഇട്ടതാണ്. അതേപോലെ തന്നെ അയാളെന്തോ സൈക്കോ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ്സ് കണ്ടു. ഇത് ഇട്ട ആള് ജസ്റ്റ് NCERT ക്വസ്റ്റ്യൻ, അതേപോലെ ഈവൻ വാല്യൂസ് വരെ സെയിം ആക്കിയിട്ടാണ് പല ക്വസ്റ്റ്യൻസും ഇട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, ഇതൊന്നുമല്ല അടിസ്ഥാനപരമായ പ്രശ്നം. അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ശരിയായ മാത്സ് പഠിപ്പിച്ചിട്ടില്ല. നേരത്തെ ഏതോ പത്ര റിപ്പോർട്ടിൽ കണ്ടല്ലോ, ഇത് മാത്സിനെ കുട്ടികൾ നകറ്റും, കുട്ടികളെ മാത്സിൽ നിന്ന് അകറ്റും എന്ന് അധ്യാപകർ പറയുന്നു. അധ്യാപകരെ അല്ലെങ്കിൽ ഇത് പഠിപ്പിക്കുന്ന ആളുകളെ, നിങ്ങൾ ഓൾറെഡി കുട്ടികളെ മാത്സിൽ നിന്ന് അകറ്റിക്കഴിഞ്ഞു. അത് നിങ്ങൾ എവിടെ പഠിപ്പിക്കുന്ന ആൾക്കാരാണെങ്കിലും ഈ ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ കുട്ടികൾ ഇങ്ങനെ കഴിഞ്ഞ വർഷം ചോദിച്ച അതേ ക്വസ്റ്റ്യന്റെ ബാക്കിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, എന്നിട്ട് നിങ്ങൾക്ക് യൂട്യൂബില്ലേ, ചില ആൾക്കാർ യൂട്യൂബിൽ വേണമെങ്കിൽ വീഡിയോ ഇടാം, ഞങ്ങൾ പറഞ്ഞത് തന്നെ ചോദിച്ചു, ഞങ്ങൾ കഴിഞ്ഞ വർഷം പറഞ്ഞതിനെ ചോദിച്ചു എന്ന് പറഞ്ഞ് വീഡിയോ ഇടാനാണെങ്കിൽ ഓക്കെ, ഇറ്റ്സ് ഫൈൻ. അത് വന്നില്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കണ്ടന്റ് വിദ്യാഭ്യാസ മന്ത്രിയെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിനെ ചീത്ത വിളിക്കാം. കുട്ടികൾക്ക് എന്തായി, എക്സ്ട്രീംലി ടഫായി. ഇതിലപ്പുറം ഇത് കുട്ടികളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആരെങ്കിലും എത്രത്തോളം കൺസേൺഡ് ആണ്? ഇതല്ല, നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പോലും കുട്ടികൾ കാണുന്നില്ല അല്ലെങ്കിൽ കണ്ടിട്ടില്ല, അതിൽ ഒരു ലിമിറ്റഡ് പ്രോബ്ലംസ് പോലും കുട്ടികൾ വർക്കൗട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആരാണ് അതിന് ഉത്തരവാദി? ആരാണ്? വിദ്യാഭ്യാസ വകുപ്പാണോ, അതല്ല അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരാണോ, അവരുടെ സ്കൂൾസ് ആണോ? അല്ലെങ്കിൽ എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് രക്ഷിതാക്കളോടും പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു ഫാൾസ് എന്താ പറയാ മാത്സിൽ, ഫേക്ക് മാത്സിൽ നിങ്ങൾ വീഴാതിരിക്കുക. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ പഠിപ്പിക്കപ്പെടുന്നത് ഫേക്ക് മാത്സ് ആണ്. നിങ്ങൾ റിയൽ മാത്സ് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, ഞാൻ പറയുന്നത് ഞങ്ങളൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു 10 വർഷം മുമ്പ് പഠിച്ച സമയത്ത് അറ്റ്ലീസ്റ്റ് NCERT ഞങ്ങളെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് പല കുട്ടികളും പരാതി പറഞ്ഞു, സർ എന്ത് ചെയ്തിട്ടില്ല, സ്കൂൾ ടീച്ചർമാർ പോലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസാണ് പഠിപ്പിക്കുന്നത്. അത് യൂട്യൂബ് ക്ലാസ് കയറിയാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസാണ് പഠിപ്പിക്കുന്നത്. ഞങ്ങൾക്ക് ആർക്കും കൺസെപ്റ്റ് എന്ത് ചെയ്തിട്ടില്ല, ക്രിസ്റ്റൽ ക്ലിയർ അല്ല. ഞങ്ങൾ എന്ത് ഒരു പാറ്റേൺ തന്നാൽ അത് അതേപോലെ എഴുതാൻ ഞങ്ങൾക്ക് സാധിക്കും. ഒരു വാല്യൂ തന്നാൽ എന്താണ്, മുമ്പ് തന്നൊരു വാല്യൂ ഞങ്ങൾ കണ്ടൊരു സാധനമാണെങ്കിൽ അത് അതേപോലെ ചെയ്യാൻ സാധിക്കും. ഇതുകൊണ്ട് കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ മാത്സ് പഠനം കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതിലെനിക്ക് പ്രത്യേകിച്ച് കുട്ടികളെ കുറ്റം പറയാനൊന്നുമില്ല. പക്ഷേ അൾട്ടിമേറ്റ്ലി എന്താണ്, കുട്ടികൾ ഡോണ്ട് വറി, നിങ്ങൾക്ക് മാർക്ക് തരും. ഇന്ന് രാവിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ കേട്ടു, അത് പരിശോധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും നിങ്ങളെ കുറേ ആൾക്കാരെ കൊണ്ട് ഇമ്പ്രൂവ്മെന്റ് എഴുതിക്കാന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് ഇഷ്ടംപോലെ ചിലവാണ്, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പക്ഷേ നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ട ഒരു പാടുണ്ട്, ഈ മാത്സ് പഠനം കൊണ്ട് ഒരു കാര്യമില്ല. ഈ മാത്സ് പഠനം കൊണ്ട് നിങ്ങൾ ആരും JEEയുടെ അറ്റത്ത് പോലും എത്താൻ പോകുന്നില്ല. അല്ലെങ്കിൽ നീറ്റ് പരീക്ഷക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഇനി ഒരു PSC പരീക്ഷയ്ക്ക് പോലും നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും.
ഓക്കെ, അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ പരീക്ഷ ടഫാക്കിയാൽ എല്ലാവർക്കും ഫ്രീ മാർക്ക് കൊടുക്കുക, പരീക്ഷ എളുപ്പമായാലോ അല്ലെങ്കിലേ എല്ലാവർക്കും മാർക്ക് കൊടുക്കുക. ഇങ്ങനൊരു സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ കിടന്ന് കളിച്ചിട്ട് എന്തില്ല, നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നിങ്ങൾ CBSE പേപ്പറൊന്നും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. CBSE പേപ്പറൊക്കെ ഇതിനേക്കാൾ എത്രയോ ടഫാണ്. CBSE 11th 12th പേപ്പർ എടുത്ത് നോക്കുക, ഇതൊക്കെ ടഫാണ്. അപ്പോൾ ഇതിൽ അൾട്ടിമേറ്റ്ലി കുട്ടികളെ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട കാര്യം, ദിസ് ഈസ് ഗോയിങ് ടു ബാക്ക് ഫോർ യു. ഞാൻ ഇന്ന് ഏറെ കയറുമെന്ന് എനിക്കറിയാം, അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഈ രാവിലെ എൻ്റെ വാട്സാപ്പ് ചാനലൊക്കെ പറഞ്ഞിട്ടുള്ളൂ ഞാൻ ഇന്ന് നേരെ കയറി വരാമെന്നുള്ളത്. ഇതിൻ്റെ പേരിൽ എന്നെ തെറി വിളിക്കാനും ചീത്ത വിളിക്കാനും ഒരുപാട് ആൾക്കാരുണ്ടാവും എന്നുള്ളത് അറിയാം. ബട്ട് ദിസ് ഈസ് ദ റിയാലിറ്റി. ഈ ഒരു മാത്സ് പഠനം കൊണ്ട് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു, ഓക്കെ, മാർക്ക് കുറഞ്ഞു, നിങ്ങൾക്ക് മാത്സിന് നിങ്ങൾ എന്തല്ല എലിജിബിൾ അല്ലെങ്കിൽ നിങ്ങൾ ആ വഴിക്ക് പോകണ്ട. ഓക്കെ, അത്രേ ഉള്ളൂ. അതല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, നിങ്ങൾക്ക് മാത്തമാറ്റിക്കലി നിങ്ങൾക്ക് എന്താ പറയുക, അത്തരത്തിലുള്ള ഒരു എക്സാം എഴുതണം, ഭയങ്കര മാത്സ് ഒന്നും വേണ്ട, മേ ബി നീറ്റ് എക്സാം എഴുതണം അല്ലെങ്കിൽ CUT എഴുതണം, നിങ്ങൾക്ക് നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ എത്തണം, അതിന് ഈ മാത്സ് പോരാ. അതിന് നിങ്ങൾ NCERT ലെവലിലെങ്കിലും മിനിമം എത്തണം മക്കളെ. NCERT ലെവലിലെങ്കിലും എത്തിയാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളൊരു മിനിമം ബോധം നമുക്കൊരു എക്സാം ഉണ്ടാക്കി തരികയാണെങ്കിൽ അതാണ് ഇതിൽ ഏറ്റവും നല്ല കാര്യം. ഇനി ഇത് അടുത്ത വർഷത്തിലുള്ള ടെക്സ്റ്റ് ബുക്കാണ്, ഇത് കാണാതിരിക്കണ്ട. ഇതാണ് ടെക്സ്റ്റ് ബുക്ക്, 2 പാർട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യണം, അടുത്ത വർഷം നമ്മൾ പഠിക്കുമ്പോൾ ഒരു പരീക്ഷയുടെ 2 ആഴ്ച മുമ്പ് പഠിക്കുക എന്നുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിനെ മാത്രം ആശ്രയിച്ച് പഠിക്കുക എന്നുള്ള ഒഴിവാക്കിയിട്ട്, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം ആശ്രയിച്ച് പഠിക്കുക എന്നുള്ള ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ കുറച്ചുകൂടി നമ്മളൊന്ന് ഡീപ്പറായിട്ട് പഠിക്കുക. ഓക്കെ, അറ്റ്ലീസ്റ്റ് NCERT ലെവൽ പ്രോബ്ലമെങ്കിലും ചെയ്തെന്ന് ഉറപ്പ് വരുത്തുക. ഈ പരീക്ഷ കഴിഞ്ഞു, ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അടുത്ത പരീക്ഷകൾ നിങ്ങൾ നന്നായിട്ട് എഴുതുക. ഇതിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേ വേണ്ട, ഇത് ഗവൺമെൻറ് ഏറ്റെടുത്ത് നിങ്ങൾ എല്ലാവർക്കും നല്ല മാർക്ക് തരും. ഓക്കെ, അതിലെനിക്ക് പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല. ബട്ട് ദിസ് ഈസ് എ ലെസൺ. ഓക്കെ, ഇത് വലിയൊരു പാഠമാണ്. ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ 12th എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എത്തും. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പരാതി പറഞ്ഞിരിക്കാം, ഇത് അങ്ങനെയാണ്, അവരെ പ്രശ്നം കൊണ്ടാണ്, ഇവരെ പ്രശ്നം കൊണ്ടാണ്. നമ്മുടെ മാത്സ് ശരിയാക്കാൻ നമ്മൾ പണിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. അപ്പോൾ നിങ്ങളെ ചതിച്ചതാണ്, അത് ആരാന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ നിങ്ങളെ ചുറ്റുമുള്ള എല്ലാവരും ചേർന്ന് നിങ്ങളെ ഫേക്ക് മാത്സ് പഠിപ്പിച്ച് നിങ്ങളെ ചതിച്ചതാണ്. റിയൽ മാത്സ് പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. അല്ലാതെ ചോദ്യപേപ്പർ ഇട്ട ആളോ അല്ലെങ്കിൽ സിലബസോ ഒന്നുമല്ല കുറ്റക്കാരെന്നുള്ളത് മനസ്സിലാക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. എയറിൽ കയറി ഇറങ്ങിയാൽ. ബൈ.